അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു, ഫസ്റ്റ് ഗിയർ ഇടുന്നു, പയ്യെ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ ഇറക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ കാലും എടുക്കുകയാണ്. ആ എരപ്പോടുകൂടി കാലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബൈറ്റിംഗ് ഒന്നും അറിയാനും പറ്റില്ല, സ്മൂത്ത് ആയിട്ട് വാഹനം അങ്ങ് പോകും. മനസ്സിലായില്ലേ? ഇതിപ്പോൾ വളരെ ഡെഡ് സ്ലോയിലാണ് ഈ വണ്ടി മൂവ് ചെയ്യുന്നത്. അതിന് കാരണം ഇതിന്റെ ഫസ്റ്റ് ഗിയർ ഭയങ്കര ഒരു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റത്തിലൊക്കെ കുറച്ച് പേരൊക്കെ ഇരുത്തിക്കൊണ്ടൊക്കെ കയറത്തക്ക വിധത്തിലാണ് ഇതിന്റെ ഗിയർ റേഷ്യോ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. സെക്കൻഡ് ഗിയർ വെച്ച് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും നോർമൽ ആയിട്ടുള്ള തലങ്ങളിലൊക്കെ. സോ അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. സോ ഇപ്പോൾ ബാക്കൊക്കെ ഓക്കെ ആണെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടാണ് കൊണ്ട് ചവിട്ടി അങ്ങ് നിർത്തിയത്. അതെപ്പോഴും ശ്രദ്ധിച്ചോളാം കേട്ടോ. അതാണ് നമ്മൾ ഈ റിയർ വ്യൂ മിറേഴ്സ്, സിക്സ്ത് സെൻസ് എന്ന് നമുക്ക് പറയാം. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നു, ഇനി നമ്മൾ ഓരോരോ ഗിയേഴ്സ് നമ്മൾ എൻഗേജ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഇനിഷ്യലി ഒരു മൊമെന്റം വണ്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുന്നത് അല്ലേ. ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള ഗിയറാണ്. അപ്പോൾ നമ്മൾ അവിടെ പ്രശ്നമായല്ലോ, വണ്ടി വരുന്നതാണ്, ഇപ്പോഴും വാഹനങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ മാക്ക് ഷുവർ ചെയ്ത് റോഡിൽ നമ്മൾ കയറാൻ നമുക്ക് ഫ്രീ ആണെന്ന് അറിഞ്ഞിട്ട് വേണം കയറാൻ. എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് സെക്കൻഡ് ഗിയർ ഇടാൻ. സെക്കൻഡ് ഗിയറിലൊന്നും പിന്നെ ക്ലച്ച് അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങ് പൊയ്ക്കോളും. സെക്കൻഡ് ഗിയർ ഇട്ടു, കുറച്ചും കൂടെ മൊമെന്റം കിട്ടിയപ്പോൾ നമ്മൾ തേർഡ് ഗിയർ ഇട്ടു. ഇപ്പോൾ ഏതാണ്ട് ഒരു 40 to 50 ആയപ്പോഴത്തേക്ക് നമ്മൾ കിലോമീറ്റർ സ്പീഡിൽ വണ്ടി എത്തിയപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറിലോട്ട് പിടിച്ചിട്ട് ഇനി നമ്മൾ ഫോർത്ത് ഗിയറിൽ നിന്നും കഴിവതും തേർഡ് ഗിയറിലോട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു കർവ് തിരികെയാണ്. അപ്പോൾ വണ്ടി സ്ലോ ആകാൻ വേണ്ടിയിട്ടാണ്. അതൊരു തരം ബ്രേക്കിംഗ് ആണ്, ഒരു എഞ്ചിൻ ബ്രേക്കിംഗ് എന്ന് പറയും. ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ വാഹനത്തിന് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ എഞ്ചിനിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഗിയേഴ്സ്. മനസ്സിലായി? അതും ഒരു തരം ബ്രേക്കിംഗ് ആണ്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയർ ആയി, അത്യാവശ്യം ഒരു 50 km/h സ്പീഡ് എടുത്തതിന് ശേഷം നമുക്ക് ഫിഫ്ത്ത് ഗിയർ വേണമെങ്കിൽ ഇടാം. ഫോർത്തിൽ തന്നെ നമുക്കൊരു 80 വരെയൊക്കെ ആ ഒരു ടോർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഈ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൈലി ടോർക്കിയസ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു കർവ് വരും, നമുക്ക് തേർഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ വാഹനത്തിന്റെ ആ ഒരു ടോർക്കിന്റെ ഒരു എഫക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല അല്ലേ, അങ്ങ് പോയാണ്ട് അതിന്. അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നു എന്നുള്ള ബോധത്തോടു കൂടി ഇതെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഏതൊരു കാര്യം പഠിക്കാൻ ഒരുങ്ങുമ്പോൾ, സംഗീതമാവാം എന്തൊരു കാര്യമായിരുന്നാലും, കുറച്ച് നാള് നമ്മളിങ്ങനെ ഒരു പഠിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിനെ കൂടുതൽ ഒബ്സർവ് ചെയ്യുക. നമുക്ക് പെട്രോൾ ഒഴിക്കാം, ഇതുപോലെയൊക്കെ തിരിയുമ്പോഴും നമ്മൾ എപ്പോഴും സിക്സ്ത് സെൻസിൽ ഒരു ആയി വയ്ക്കുക കേട്ടോ.